നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ കല്ലുകൾ തെറ്റിപ്പോയിട്ടുണ്ടാകും. അതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം പറയാൻ വെച്ചാൽ നമുക്ക് സേഫ് ഇയർ പ്രാക്ടീസ് കൂടി നല്ലതാണ്. അപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, നമ്മൾ കേൾക്കുന്നത് നമ്മൾ എങ്ങനെയിരിക്കണം, എല്ലാം കേൾക്കുന്ന രീതിയിലായത്. അതായത് നമ്മൾ അമിത ശബ്ദങ്ങൾ, ഇപ്പോൾ 85 dB ആണ് നമ്മുടെ ഡെസിബൽ. ഈ നമ്മുടെ ശബ്ദത്തിനെ അളക്കുന്നൊരു തോതാണ് ഡെസിബൽ. അപ്പോൾ ഈ ഡെസിബൽ നമ്മൾ പറയുമ്പോൾ സാധാരണ നമ്മൾ ചെറിയ സംസാരം 45, 50, 55 നമ്മളെ കോൺവെർസേഷൻ റേഞ്ചുള്ളത്. നമുക്കൊരു 85 dB എന്ന് പറയുമ്പം ഹൈ ആയി. അപ്പോൾ അത് നമ്മളെ ഈ കർണപടത്തിൽ പതിക്കുകയും ആ കർണപടത്തിൽ ഭയങ്കര ലോഡാണ്. അത് കഴിഞ്ഞ് നമ്മൾ മധ്യകർണത്തിൽ ആംപ്ലിഫൈ ചെയ്ത് നമ്മളെ തലച്ചോറിലേക്ക് കയറും. അതുകൊണ്ടാണ് നമുക്കറിയാം ഒരുപാട് കാലം ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്തവർ റിട്ടയർ ആയി വരുമ്പോഴത്തേക്കൊക്കെ ഒന്നും കേൾക്കുന്നുണ്ടല്ലോ. കാരണം വെച്ചാൽ ഇത് നമ്മുടെ ആന്തരിക കർണത്തിനും ബ്രെയിനിലേക്കും ഒരു വലിയ ഡാമേജ് ഉണ്ടാക്കും. അപ്പം നമ്മൾ ഈ കാലത്ത് നമ്മൾ അറിയാത്തൊരു കാര്യമാണ്, നമ്മളറിയാതെ സൈലൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേൾവിക്കുറവ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഈ കേൾവിക്കുറവ് ഉണ്ടാവുമെങ്കിലും നമ്മളിത് അനുഭവപ്പെടുന്ന ചില സിറ്റുവേഷൻസിലാണ്. അതായത് നമ്മളിപ്പം സാധാരണ നമ്മൾ 15 ഡെസിബലും 20 ഡെസിബലിലും നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും ഒരു 35, 40 ഒക്കെ കഴിഞ്ഞാലേ നമുക്ക് കേൾവിക്കുറവ് അനുഭവപ്പെട്ടു. ഇപ്പം നമ്മൾ ഒരു 100 ആൾ, ഇപ്പം നമ്മളിപ്പോൾ ഉദാഹരണം ഈ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് തിരൂരിലൊക്കെ നമ്മൾ ഓട്ടോ ഡ്രൈവേഴ്സിനെ നമ്മൾ വെറുതെ റഫായിട്ട് ഒരു റാൻഡമായിട്ട് എല്ലാവരും എടുത്ത് ചെക്ക് ചെയ്തപ്പം ഒരു 60 to 70% ആളുകൾക്ക് കേൾവിക്കുറവുണ്ട്. അതുപോലെ എയർ ഹോൺ യൂസ് ചെയ്യുന്ന ബസ്സിലെ ഡ്രൈവർമാർ അവർക്കൊക്കെ, പക്ഷേ അവരിതൊന്നും അത്ര ബോധേഡല്ല. കാരണം അവർ ബോധർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചില സിറ്റുവേഷൻസിൽ മാത്രമേ അവർക്ക് അറിയൂ. അപ്പോൾ അവർ 50, 60 ഒക്കെ ആയി കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, പിന്നെ ഇയറിംഗ് എയ്ഡ് വെച്ച് നടക്കേണ്ട അവസ്ഥയിലേക്ക് വരും. ഇയറിംഗ് എയ്ഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ ശബ്ദത്തിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് കേൾപ്പിക്കുക. ഒരു മെഷീനാണ്, നമ്മളെ ലൗഡ് സ്പീക്കർ പോലെ അത് നമ്മൾ കേൾപ്പിക്കും. അപ്പം ഇത്തരത്തിലുള്ള ഒരു സേഫ് ഇയർ പ്രാക്ടീസ് ഉണ്ടാവും. അതായത് ശബ്ദം കേൾക്കുന്ന ഇതിൻ്റെ ആ ഒരു അളവ്, നമ്മളിപ്പോൾ വലിയ സ്പീക്കറിൻ്റെ അടുത്തൊക്കെ പോയിരിക്കുക, അപ്പോൾ നമ്മളൊന്ന് മാറിയിരിക്കുക. അല്ലെങ്കിൽ വലിയ ശബ്ദം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പെട്ടു പോവുകയാണെങ്കിൽ നമുക്കൊരു കോട്ടൺ പ്ലഗ് വെക്കുക. സ്ഥിരമായിട്ട് നമ്മൾ ഇതേപോലെ ജോലി സംബന്ധമായിട്ടൊക്കെ സ്ഥിരമായി മെഷീനറീസൊക്കെ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇയർ പ്ലഗ്സ് കിട്ടും. നമ്മൾ ഒക്യുപ്പേഷണൽ സാധനങ്ങളായിട്ടുള്ള പ്ലഗ്സ് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഡാമ്പേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് സേഫ് പ്രാക്ടീസസ് നമ്മൾ, അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യമാണ് നമ്മൾ ചെവിയിൽ ഉണ്ടാകുന്ന ചെവിക്കായം നമുക്ക് എടുക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ. എപ്പോഴും നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരും അല്ലാതെ നമ്മൾ ഇയർബഡ്സ് ആയിട്ടാണ് വരിക. നമ്മൾ വീട്ടിലുണ്ടാവും. അപ്പം പലപ്പോഴും ആളുകൾ നമ്മളോട് പറയാം, കുട്ടികൾ എല്ലാവരും ചെവിയിൽ ഇടാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അഡൾട്ട്സ്, നമ്മൾ പാരൻസ് ചെയ്യുമ്പോൾ കുട്ടികളത് കണ്ട് ഇതൊരു സേഫ് പ്രാക്ടീസ് ആണെന്ന് വിചാരിച്ചിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ചെവിക്കായം എന്ന് പറഞ്ഞാൽ നമ്മളെ ചെവിയിനകത്തുള്ളൊരു സെക്രീഷനാണ്. വേർപ്പ് പോലെ അല്ലെങ്കിൽ ഇതൊക്കെ പോലെ കണ്ണീരൊക്കെ പോലുള്ള സെക്രീഷൻ, എന്ന് വെച്ചാൽ നമ്മൾ ലൂബ്രിക്കേഷന് വേണ്ടിയുള്ള സാധനം. നമ്മൾ സ്കൂളിലൊക്കെ പോയപ്പോൾ നമ്മൾ ഒരിക്കലും 3ാം ക്ലാസ് 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ബ്രഷ് ചെയ്യണം, ടോയ്ലറ്റിൽ പോകുമ്പോൾ കഴുകണം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ബഡ്സ് ഇടണമെന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും പറയാറില്ല. പക്ഷെ അത് നമ്മളായിട്ടുണ്ടാക്കിയൊരു സംഭവങ്ങൾ. അത് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം പുഷ് ചെയ്യുമ്പം നമ്മൾ ഈ വേസ്റ്റ് സാധനം നമ്മളെ ഇയർ ഡ്രം കവർ ചെയ്യുകയാണ്. കർണപടം അത് നമ്മളെല്ലാവർക്കും അറിയാം. ഈ ഡയഫ്രം ഉണ്ട്, ഡയഫ്രത്തിനെ കവർ ചെയ്യുമ്പം നമ്മൾ കേൾക്കേണ്ട ശബ്ദം നമുക്ക് എസെൻഷ്യലായിട്ട് കേൾക്കേണ്ടത് നമുക്ക് കേൾക്കാൻ കഴിയാറില്ല. കാരണം നമ്മളിത് ബ്ലോക്ക് ചെയ്യിക്കും, നമ്മൾ വിചാരിക്കുന്നു നമ്മൾ നല്ലോണം കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രാക്ടീസുകൾ, അതായത് ചെവിയിലുണ്ടാകുന്ന ചെവിക്കായവും പിന്നെ ചെവിയുടെ തോലെല്ലാം കൂടെ പുഷ് ചെയ്യുമ്പോൾ ഉള്ളോട്ട് പോയി അതൊരു പിന്നീട് പെയിനായിട്ട് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഡോക്ടറെ കാണിക്കുമ്പം അത് അതിൻ്റെ ഉള്ളിൽ ഇയർ ഡ്രം പ്രോബ്ലം ആയിട്ടുണ്ടെന്ന് പറയാം. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മൾ ചെളിയായുള്ള വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുക, നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുന്ന അതിൻ്റെ ഉള്ളിൽ പൊടികൾ വരും. അത്തരം സേഫായിട്ടുള്ള ഇയർ പ്രാക്ടീസസാണ് നമ്മളെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാവേണ്ടത്. നമ്മളിപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പം അതും കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ വേദിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ, എനിക്ക് തോന്നുന്നു മറ്റ് സംബന്ധമായുള്ള കാര്യങ്ങളൊക്കെ ഹെൽത്ത് പ്രാക്ടീസും അല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവരും ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന 2-3 കാര്യം നമ്മുടെ ഇയർബഡ്സിൻ്റേത്, അതുപോലെ തന്നെ അമിത ശബ്ദം, അത്തരം കാര്യങ്ങളിലൊക്കെ, അതുപോലെ വെള്ളം കയറുന്നത്. നമ്മളിപ്പോൾ എപ്പോഴും ചില ആളുകൾ വന്നിട്ട് ചെവിയിൽ വെള്ളം ഒഴിക്കുന്നൊരു ഹാബിറ്റുണ്ട്. വെള്ളം പോയി എന്ന് പറഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിക്കുന്നത്, നമുക്കറിയില്ല എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. ചെവിയിൽ വെള്ളം പോയാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് കർണപടമുണ്ട്, കർണപടത്തിന് എന്തെങ്കിലും ലീക്കുള്ള ആളാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അറിയാം നമ്മളെ ബോഡി അതിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ടുള്ള റിയാക്ഷൻസൊക്കെ ആയി
പഴുപ്പായിട്ട് അപ്പം ഈ അപ്പോൾ വെള്ളം പോയാൽ എന്ത് ചെയ്യണം? അപ്പം വെള്ളം ഇങ്ങനെ ഡ്രൈ ആവും, ഒന്നും ചെയ്യരുത്. നമ്മൾ ഈ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഇയർ ഡ്രം നമ്മൾ എന്ത് ചെയ്യും, ബഡ്സ് എടുത്തിട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബഡ്സ് കൊണ്ടുപോകുന്നു, ഇയർ ഡ്രമ്മിൽ തട്ടുന്നു, ഇയർ ഡ്രം പൊട്ടുന്നു. ഇയർ ഡ്രം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയതൊക്കെ ആണെങ്കിൽ കവർ ചെയ്ത് വരുന്നല്ലാതെ വലിയ സംഭവങ്ങൾക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല, ഈ കവർ ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ അതിന് സർജറി കാര്യങ്ങളൊക്കെ വേണ്ടത്. അപ്പം അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഈ ഇത്തരം ബാഡ് ഹാബിറ്റ്സൊക്കെ നമ്മൾ തന്നെയാണ് ഇമ്പാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഇയർബഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അധിക പേരും പറയും കുട്ടികൾ ചെവിയിലിട്ടിട്ട് പാട പൊട്ടിച്ചിട്ടാണ് വരിക, ബ്ലീഡിങ് ആയിട്ട് എല്ലാം ഉണ്ടാവും. നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ആ ഇയർ ഡ്രമ്മിൻ്റെ നോർമലായിട്ടുള്ള സിസ്റ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പാർട്ട് ചെയ്യണം. അത് പുഷ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പെയിൻ ഉണ്ടാവും, ആ പെയിൻ ബ്രെയിനിലേക്ക് പോകും. സെൻസ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും, അപ്പോൾ തലകറക്കം ഉണ്ടാവും. നമ്മുടെ തലച്ചോറിൻ്റെ നോർമലായിട്ടുള്ള സിസ്റ്റത്തെ എഫക്ട് ചെയ്തിട്ട് അതെ. അല്ല, ബാലൻസിൻ്റെ പ്രോബ്ലം ഇല്ലാത്തത് വളരെ കുറവാണ്. അതായത് പല രീതിയിലുണ്ടാവും. ഒന്ന് നമുക്ക് കേൾവി കുറവ് വന്നാലുണ്ടാവും ബാലൻസ്. ഈ ഞരമ്പിൻ്റെ ഡാമേജ് പറ്റിയ ആൾക്കാരെ ഞാൻ പറഞ്ഞല്ലോ, ജോബ് സംബന്ധമായിട്ടുള്ളതൊക്കെ, അവർക്ക് ഈ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന അവരേറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് വരിക, തുടക്കത്തിൽ വരിക ചെവിയിൽ നിന്നൊരു മൂളക്കം. അതായത് ഈ നെർവ് ഡാമേജ് കിട്ടുന്നത് കാരണം തലച്ചോറ് വേറെ രീതിയിൽ തന്നെ സെൻസ് ചെയ്യുക. അതായത് നമ്മളെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായിട്ടുള്ള ബ്രെയിൻ നമ്മളിവിടെ എന്തോ തകരാറുണ്ട് എന്നുള്ള സെൻസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ രണ്ടാമതെന്ന് വെച്ചാൽ തലകറക്കമായിട്ട് വരിക.